നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവാണ് കേട്ടോ. നമ്മളിന്ന് പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ട്രിവാൻഡ്രത്ത് നിന്നാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. ഞങ്ങൾ വെളുപ്പിന് 6-6:30 ആ സമയമായപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് തിരിച്ചു. ഞാനും എൻ്റെ മോൻ ആയുട്ടി നല്ല ഉറക്കമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഉണർന്നിരുന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങി. ആയുട്ടി നല്ല ഉറക്കമായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ആലപ്പുഴയിൽ നിർത്തിയപ്പോഴാണ് അവൻ എണീറ്റ്. പിന്നെ നമ്മൾ അവിടെ പോയി ദോശയെല്ലാം കഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. എപ്പോഴും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സ്ഥലത്ത് എത്തുമ്പോഴാണ് ഒന്ന് ആക്റ്റീവ് ആവാം. അങ്ങനെ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോഴല്ലേ നമ്മളൊന്ന് ആക്റ്റീവ് ആവാം. എൻ്റെ മോൻ അതുപോലെ തന്നെയായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവൻ നല്ല കളിയായിരുന്നു. അതുവരെ മൂഡ് ഔട്ടായിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തു കേട്ടോ. യാത്ര പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടല്ലോ, ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ ചുറ്റും കാണുന്ന കാഴ്ചകൾ, നമുക്കത് ഒരുപാട് ഓർമ്മകൾ, പണ്ടത്തെ ഓർമ്മകൾ, ചെറുപ്പത്തിൽ നമ്മൾ യാത്ര ചെയ്തിരുന്ന ഓർമ്മകളെല്ലാം പിന്നെയും നമുക്ക് ആ ഓർമ്മകളിലേക്ക് പോകും അല്ലേ. Where are we going, IT? Para. La. Lulu Mall? Popo. എൻ്റെ മോന് ഏറ്റവും ഇഷ്ടം സിറ്റിയിൽ ഞങ്ങൾ താമസിക്കുന്നതുകൊണ്ടേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ലുലു മോളുള്ള ട്രിവാൻഡ്രത്ത്. ഞങ്ങൾ എപ്പോഴും അവിടെ പോവാറ്. അപ്പോൾ അവൻ്റെ വിചാരം നമ്മൾ ലുലു മോൾ എത്തിയിട്ടില്ലല്ലോ, എത്ര ദൂരമായി പോകുന്നത്, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് എൻ്റെ മോനിരുന്നത്. പക്ഷെ അവന് മനസ്സിലായി എവിടെയോ ദൂരൊക്കെയാണ് നമ്മൾ പോണേന്നുള്ള ഐഡിയ അവന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ അവന് വഴിയിൽ കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കായിരുന്നു. ഇതേ വാട്ടർ കണ്ടോ, ഇതേ നോക്കിയേ വണ്ടി പോണ കണ്ടോ, ഇതേ സ്കൂട്ടർ പോണു എന്നൊക്കെ പറഞ്ഞ് അവന് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കായിരുന്നു. അവനെ സംബന്ധിച്ച് ഈ കാഴ്ചകളൊക്കെ പുതിയ കാഴ്ചകളായിരുന്നു. അവൻ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു അനുഭവത്തിലാണ് നമ്മുടെ യാത്രയിൽ ഓരോ ചെറിയ കാഴ്ചകളും കണ്ടുകൊണ്ടിരുന്നത്. അവനെ സംബന്ധിച്ച് യാത്ര ഫുൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ജേണി ആയിരുന്നു. എത്ര ഹൗസ് ബോട്ടാണെന്നറിയോ വെള്ളത്തിലുണ്ടായിരുന്ന. ഞാൻ എൻ്റെ മോന് കാണിച്ചു കൊടുക്കായിരുന്നു. കണ്ടോ ആയു, ഹൗസ് ബോട്ട് കണ്ടോ, നീ നോക്കി. ഞങ്ങൾ ഇതുവരെ ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്തിട്ടില്ല. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൗസ് ബോട്ട് കാണുമ്പോൾ. എന്തെങ്കിലും ഒരു ദിവസം ഹൗസ് ബോട്ടിലൊക്കെ സ്റ്റേ ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കും. ഒരു ലോഡ് കാറും കൊണ്ട് എൻ്റെ IT ടൂറിന് വന്നിട്ടില്ലേ. അവർ യാത്ര പോകുമ്പോൾ എപ്പോഴും കയ്യിലൊരു ടോയ് വേണം. എന്തെങ്കിലും ഒരു ടോയ്, ഒരു ചെറിയ കാറോ ഒരു ചെറിയ എന്തെങ്കിലും ഒരു കുഞ്ഞു ടോയ് കൊണ്ടാവും വരാം. അങ്ങനെ കാറ് കളിച്ച് നമ്മൾ കുറച്ച് സമയം കൂടെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ചി എത്തി. നമ്മുടെ ലൊക്കേഷൻ ഫോർട്ട് കൊച്ചിയിൽ ഫ്രാഗ്രൻറ്റ് നേച്ചർ എന്ന് പറഞ്ഞ റിസോർട്ടായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. എന്ത് ഭംഗിയായിരുന്നു ഒരു ലോബി തന്നെ കാണാനായിട്ട്. ഒരു അമേസിങ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഫ്രാഗ്രൻറ്റ് നേച്ചർ. പോവാത്തവരെല്ലാവരും അവിടെ പോകണം. നമ്മളവിടെ പോയപ്പോൾ എൻട്രൻസിൽ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വാട്ടർ ഫൗണ്ടൻ ഉണ്ടായിരുന്നു. ആയിട്ട് അവിടെ കുറേ നേരം കളിച്ചു. ഈവൻ നമ്മൾ പോയി ലിഫ്റ്റ് വരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കയറി ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകളെല്ലാം പ്രിറ്റി കാഴ്ചകളായിരുന്നു. പിന്നെ നമ്മളവിടെ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും അവിടെ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നത്. നമ്മുടെ ഇന്ത്യൻ ടൂറിസ്റ്റ് ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ പീപ്പിൾ കുറവായിരുന്നു. പക്ഷെ അവർ ഹോസ്പിറ്റാലിറ്റി വാസ് നോട്ട് എക്സെപ്ഷണലി ഗുഡ്, പക്ഷെ അത്യാവശ്യം നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയത് വേ ടു ദിസ് റിസോർട്ട് വാസ് ലിറ്റിൽ നാരോ. അവിടെ തൊട്ടടുത്ത് ചെറിയ ചെറിയ കടകളും മറ്റുമെല്ലാം ഉള്ളൊരു വഴി കൂടെ വന്നത്. അത് മാത്രമായിരുന്നു ഈ ഒരു ലൊക്കേഷനിൽ എത്താനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രോപ്പർട്ടി വാസ് അമേസിങ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. 1 day ഒക്കെ സ്റ്റേ ചെയ്യാനും ഒരു ചെറിയ സ്റ്റേക്കേഷന് വരാനൊക്കെ പറ്റിയ സൂപ്പർ പ്ലേസാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഫോർട്ട് കൊച്ചിയുടെ സെൻറ്ററിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. നമുക്ക് ഈസി ആക്സസ് ആണ് എല്ലായിടത്തേക്കും പോകാനായിട്ട്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. റൂം നമ്പർ 215 ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഒരു കോർണർ എൻഡിലാണ് നമ്മുടെ റൂം ഉണ്ടായിരുന്നത്. ഒരു ചേംബർ ടൈപ്പ് റൂമെന്നാണ് നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ കണ്ടത്. നമ്മൾ എഗോഡ വഴിയാണ് കേട്ടോ ഇത് ബുക്ക് ചെയ്തത്. നേരിട്ട് ബുക്ക് ചെയ്യാൻ റേറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ ഓൾവേസ് പ്രിഫർ എഗോഡ വൈൽ ഐ ബുക്കിംഗ് എനി ഹോട്ടൽസ്. അപ്പോൾ എഗോഡ അല്ലെങ്കിൽ മേക്ക് മൈ ട്രിപ്പിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും ഒരു ബെറ്റർ റേറ്റിന്. ഞാൻ ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് അറൗണ്ട് 6,000 ഈ റൂം 1 day എനിക്ക് സ്റ്റേ ചെയ്യാൻ കിട്ടിയത്. എസ്പെഷ്യലി ഇറ്റ് വാസ് എ വീക്കെൻഡ്. നമ്മളൊരു സാറ്റർഡേ ആണ് അവിടെ താമസിച്ചത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂമായിരുന്നു. ചെറിയൊരു റൂമായിരുന്നു. ചെറുതല്ല കേട്ടോ, അത്യാവശ്യം ബിഗ് റൂമായിരുന്നു. ഒരു കോസി ആയിട്ടുള്ള ബെഡും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഈ റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രഷ് ആയിരുന്നു. അവർ അത്യാവശ്യം എല്ലാം നീറ്റായിട്ട് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
ഞങ്ങൾ ഓരോ സ്ഥലം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു റൂമിനകത്ത് കയറിയപ്പോൾ. ആകെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം തൊട്ടപ്പുറത്തുള്ള ആ ഒരു റോഡും ആ ഒരു പരിസരം ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. വ്യൂ എന്ന് പറയാൻ മാത്രം അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ റൂം അത്യാവശ്യം കൊള്ളാം. ഇറ്റ് വാസ് പ്രിറ്റി ഡീസൻറ്റ്. നല്ല വലിപ്പമുള്ള ഒരു ഹ്യൂജ് റൂമായിരുന്നു. പിന്നെന്താ, അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഞങ്ങൾക്കൊരു പ്രത്യേക സ്വഭാവം ഉണ്ടെന്ന്, എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ്. നമ്മൾ പുതിയ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ കുറേ നേരം ഇങ്ങനെ കിടന്ന് നടക്കും അല്ലേ. ചുമ്മാ അവിടെ എന്തൊക്കെയുണ്ട്, എസ്പെഷ്യലി നമ്മൾ പൈസ കൊടുത്താണ് ഇവിടെ താമസിക്കുന്നത്. അപ്പം നമുക്ക് മാക്സിമം മുതലാക്കണം. അപ്പം ഞാൻ ആദ്യം വന്നു കഴിഞ്ഞാൽ നോക്കണത് ബാത്റൂമിനകത്ത് എന്തൊക്കെയുണ്ട്. അവരെല്ലാ ഷാമ്പുവും കണ്ടീഷണറും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടില്ലേ. ഈവൻ നമ്മളതൊന്നും ഉപയോഗിക്കില്ലെങ്കിലും അതെല്ലാം ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഞാനും എൻ്റെ ഹസ്ബൻഡും ആ ടൈപ്പിൽപ്പെട്ട 2 ആൾക്കാരാണ്. നമ്മൾ ആദ്യം ബാത്റൂം പോയി ചെക്ക് ചെയ്യും, എല്ലാം നീറ്റാണോ നോക്കും. നീറ്റ് അല്ലെങ്കിൽ അപ്പം നമ്മളെ അതെ അവരെ വിളിച്ച് പറയും, അങ്ങനെ അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിക്കും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല, നല്ല ക്ലീൻ ആയിരുന്നു. ബാത്റൂം എനിക്ക് അമേസിങ് ആയിട്ട് തോന്നി, നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ആ ലൈറ്റ്സും ആ ഒരു പ്രിറ്റി മിററും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കുറേ സമയം ഞാൻ അവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ നമ്മുടെ ബാത്റൂമിൽ ടബൊന്നുമില്ല, പക്ഷേ ഇറ്റ് വാസ് എ പ്രിറ്റി ഡീസൻറ്റ്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാത്റൂമായിരുന്നു, കുഴപ്പമൊന്നുമില്ലാത്ത ബാത്റൂമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ എന്താ, ഒരു കബേർഡ് ഉണ്ടായിരുന്നു. ആ കബേർഡിനകത്ത് തുറക്കൂ ഹുസീസ്, അവിടെ 2 കോട്ട് ഉണ്ടായിരുന്നു. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു ബാത്റൂം ആ സംഭവം ഉണ്ടായിരുന്നു. ലോക്കർ ഉണ്ടായിരുന്നു, ചെറിയൊരു അയൺ ബോക്സ് ഉണ്ടായിരുന്നു. എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ. നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ അയൺ ചെയ്ത് കൊണ്ടുപോകാൻ ഡ്രസ്സൊക്കെ എടുത്ത് വന്നാൽ മതി. ഇവിടെ അയൺ ബോക്സ് എല്ലാം സെറ്റാണ്. പിന്നെ എന്താ, റൂം വാസ് പ്രിറ്റി നൈസ്. പിന്നെ ഞങ്ങൾ ഭയങ്കര ടയേർഡായിരുന്നു. ഈവൻ ദോ നമ്മൾ ഏർലി മോർണിംഗ് ഇവിടെ ഇറങ്ങിയില്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി, എന്നാലും നമ്മൾ ഭയങ്കര ടയേർഡായിരുന്നു ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഞാൻ ആയിട്ടിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അവനൊന്നും കഴിച്ചിട്ടില്ല മര്യാദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അവന് ഫുഡ് ഉണ്ടാക്കാനായിട്ട്. ഇൻഡക്ഷൻ കുക്കർ തൊട്ട് ചോറ് അരി വേവിച്ചാലല്ലേ ചോറാവുള്ളൂ, എല്ലാ സാധനങ്ങളും ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവനുള്ള ഫുഡ് ഉണ്ടാക്കലായിരുന്നു പിന്നെ എൻ്റെ അടുത്ത കർത്തവ്യം. അപ്പം ഞാൻ നല്ല ഒരു പ്ലഗ് പോയിൻ്റൊക്കെ കണ്ടുപിടിച്ച് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് ഒരു പാത്രമൊക്കെ എടുത്ത് അവന് ചോറുണ്ടാക്കി. ഇടയ്ക്ക് അച്ഛനും മോനോടെ കളി തുടങ്ങി. അവിടെ ഒരു പേപ്പറും പാനും ഉണ്ടായിരുന്നു. 2 പേരും കുത്തി വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അവർ കുത്തി വരയ്ക്കാൻ തുടങ്ങിയതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ കുക്ക് ചെയ്യാൻ പോയി. ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം, ഇപ്പം എൻ്റെ മോൻ ഇച്ചിരി വലുതായല്ലോ, അവനൊരു 2.5 വയസ്സായി, ഏകദേശം ടോഡ്ലർ ഒരു 3 ഇയേഴ്സ് ആവാറായി. അപ്പോൾ ഇവന് ഭയങ്കര എക്സൈറ്റിംഗ്. ആ പടം വരച്ച് കാണിച്ച് നമ്മൾ ഓരോന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ കറക്റ്റായിട്ട് ആൻസർ ചെയ്യും. അപ്പം നമ്മളതായിരുന്നു പരിപാടി. ബോട്ട് വരയ്ക്കുക, അനന വരയ്ക്കുക, സ്ഥിരം കുറച്ച് യൂഷ്വൽ പടങ്ങളുണ്ട്, ഹൗസ്, സണ്ണ്, അതൊക്കെ വരച്ച് കാണിച്ചു കൊടുക്കും. അപ്പോൾ അതെന്താണെന്ന് പറയും. അങ്ങനെ ന്യൂ സാധനങ്ങൾ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രായമാണ് അവൻ്റെ. വിച്ച് വാസ് നൈസ്. നമ്മളിങ്ങനെ സ്റ്റേക്കേഷന് പോകുമ്പോഴാണ് നമ്മൾ നമ്മുടെ മക്കളായിട്ട് അല്ലെങ്കിൽ നമ്മൾ പാരൻസിൻ്റെ കൂടെ പോകുകയാണെങ്കിൽ അവരായിട്ടൊക്കെ ബോണ്ടിങ് അത് നടക്കുന്നത് ആ ഒരു ട്രിപ്പിലായിരിക്കും. ഞാൻ എപ്പോഴും അവൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഇൻട്രാക്ഷൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സിമ്പിൾ കാര്യങ്ങളായിരിക്കാം, പക്ഷെ ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ആ ഒരു കുഞ്ഞു പ്രായത്തിലല്ലേ. ഒരു 0 to 3 ഇയേഴ്സിലാണ് അവരെ ബ്രെയിൻ ഫുൾ ഫോം ചെയ്യണമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് അവർക്ക് മാക്സിമം എക്സ്പോഷറും അവർക്കൊരു ഫ്രീഡം എക്സ്പ്ലോർ ചെയ്യാനുള്ളതും കൊടുത്തില്ലെങ്കിൽ വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പണി തുടങ്ങി, ചോറുണ്ടാക്കി അവന് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ പാട്ട് വെച്ച് കൊടുത്താലാട്ടെ എൻ്റെ മോൻ ഫുഡ് കഴിക്കുള്ളൂ. പാട്ട് വെച്ച് കൊടുത്തില്ലെങ്കിൽ അവൻ കഴിക്കും നല്ല മൂടാണെങ്കിൽ. പിന്നെ നമ്മൾ കുറച്ചൊക്കെ കിടന്ന് തുടങ്ങി. ഈവനിങ് ആയപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ കൊച്ചിയിൽ. അതിനാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. അപ്പോൾ അതിനായിട്ട് റെഡിയായി നമ്മളൊന്ന് പുറത്തിറങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ റിസോർട്ടിൻ്റെ മുകളിൽ 3rd ഫ്ലോറോ 4th ഫ്ലോറാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോയി. ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, വേറെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഒരു 5 മണി ആയിട്ടുള്ളൂ, പക്ഷേ നല്ല മഴ പെയ്ത് കിടക്കായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ ഇരുന്ന് ചായ കുടിക്കാനുള്ള സെറ്റപ്പൊന്നും ഇല്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം നമ്മുടെ കേരളത്തിൽ കാണുന്നത്. ഉണ്ടാവും, വേറെ കുറേ സ്ഥലങ്ങളുണ്ടാവും. നമ്മൾ ഹിൽ സ്റ്റേഷനിലൊക്കെ പോയി ഞാൻ ഇങ്ങനത്തെ ഏരിയ ചെടികളും പൂക്കളൊക്കെ കാണാറുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ കൊച്ചിയിലൊക്കെ ഞാൻ ഇങ്ങനത്തെ സ്ഥലം ഉണ്ടാവും എന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ ഒരു പൂളുണ്ടായിരുന്നു തൊട്ട് സൈഡിൽ തന്നെ, എല്ലാം റൂഫ് ടോപ്പിലാണ്. അതും നല്ല ഭംഗിയായിരുന്നു കാണാൻ. അവിടെ നിന്ന് നമുക്ക് കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ആ ഒരു സൈഡും പിന്നെ നമുക്ക് അവിടെ വലിയ ഷിപ്പും സംഭവങ്ങളൊക്കെ കാണാം. അപ്പോൾ ആ ഭാഗമൊക്കെ നമ്മൾ കണ്ട് നല്ല കാറ്റുമായിരുന്നു കേട്ടോ. ഫ്രഷ് ഒരു പ്ലേസിൽ പോയൊരു ഫീലായിരുന്നു. അതൊക്കെ കണ്ട് ടവറിൻ്റെ അവിടെയൊക്കെ മുകളിൽ വലിഞ്ഞ് കയറി നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ആയിട്ടേക്ക് നമ്മൾ അവിടുത്തെ ഓരോ സംഭവങ്ങൾ കാണിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ അവനത് നോക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, അവന് പൂളിൽ ചാടണം. പിന്നെ നമ്മൾ സമ്മതിച്ചില്ല, ഡ്രസ്സൊക്കെ മാറി നിൽക്കല്ലേ പോയിട്ട് ഫംഗ്ഷന് പോകാൻ. ഇവിടെ നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് പതുക്കെ സ്കൂട്ടാവാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫംഗ്ഷൻ്റെ അവിടെ എത്തി. അവിടെ പോയപ്പോൾ ആയിട്ടേക്കാണെങ്കിൽ വെള്ളത്തിൽ ചാടി കളിക്കണം. വെള്ളത്തിൽ ചാടിക്കളി ഒരു നിമിഷം അവൻ അടങ്ങി നിന്നിട്ടില്ല.
ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അവൻ്റെ പിന്നാലെ ഓടായിരുന്നു. ഈവൻ എൻ്റെ ഹസ്ബൻഡ് അന്ന് ഫുഡ് പോലും കഴിച്ചിട്ടില്ല. ഞാൻ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മളവിടെ കുറേ നേരം കറങ്ങി നടന്ന് തിരിച്ച് നമ്മുടെ റിസോർട്ടിൽ തന്നെ എത്തി. ഇത് നെക്സ്റ്റ് ഡേ ആട്ടോ ഇപ്പോൾ കാണുന്ന വ്യൂ. ഈ നെക്സ്റ്റ് ഡേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവരൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്താണ് പോയത്. ഒരു സൈഡിലൊരു ബ്രേക്ക്ഫാസ്റ്റ് കോർണർ, നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിക്ചേഴ്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം പിക്ചേഴ്സൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. അവിടെ കുറേ നേരം കറങ്ങി നടന്നു. പിന്നെന്താ, അത്ര തന്നെ നല്ല ഭംഗിയായിരുന്നു ആ സ്ഥലം കാണുമെങ്കിൽ. നല്ല ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. പിന്നെ നമ്മൾ ചെക്കൗട്ട് ചെയ്തു. അന്ന് മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പോൾ അധികം സ്ഥലത്തൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ അടുത്തുള്ള കുറേ ചെറിയ ചെറിയ വീടുകളും എല്ലാ ചെറിയ റിസോർട്ട് പോലത്തെ സെറ്റപ്പുകളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് ആ ഷിപ്പ് ദൂരേന്ന് കണ്ടത് അടുത്തുനിന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കൊച്ചിൻ തുറമുഖത്തിൻ്റെ ഭാഗത്തേക്ക് പതുക്കെ നടന്നു പോയി. അങ്ങനെ ഞങ്ങൾ ഷിപ്പൊക്കെ അടുത്തുനിന്ന് കണ്ടു. ആയിട്ടേക്ക് ഷിപ്പിനെയും കാക്കേനെയും എല്ലാം ചൂണ്ടി കാണിച്ചു കൊടുത്തു. അങ്ങനെ അവിടെ നിന്നപ്പോൾ മഴ കുറച്ച് കൂടി വരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അത്ര കാര്യമായില്ല. നല്ല കാറ്റ് വന്നപ്പോൾ മഴ അങ്ങനെ പോയി. അവിടെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു, അവൻ്റെ കൂടെ കളിച്ചു. അങ്ങനെ ഇവിടെ തീരാണ് നമ്മുടെ 1 day സ്റ്റേക്കേഷൻ. പക്ഷേ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സ്റ്റേക്കേഷൻ. ഓക്കെ, ഞങ്ങൾ അന്നേരം എൻജോയ് ചെയ്തു. ഈവൻ ദോ നമ്മൾ ഹൈറ്റിന് പിന്നാലെ ഓടി നടക്കുകയാണെങ്കിലും ഫോർ അസ് ഇറ്റ് വാസ് ഫൺ. നമ്മൾ അവിടെ ഒരു കഫേ പോയി കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഒരു ഡെസേർട്ടൊക്കെ കഴിച്ചു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ തിരിച്ച് പോന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.